അപ്പോൾ ജോബി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി ലൈനിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണ എക്സാമ്പിൾസ്. നമ്മൾ ഉപയോഗിക്കാൻ പോണ ഫോം സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. ഓക്കെ, സ്ലോപ്പ് intercept form. അതെന്താണത്? y is equal to mx plus c, where m is the slope and c is the y-intercept. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ പഴയ മുമ്പ് കണ്ട ലൈൻ തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏതെങ്കിലും 2 പോയിന്റ്സ് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതപ്പോൾ ഈ പോയിന്റും ചൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? 0,3. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? x - 2 y - 1 -2, -1. അപ്പോൾ m is equal to delta y by delta x. ഡെൽറ്റ y എന്താണ്? ചേഞ്ച് ഇൻ y. y2 minus y1, 3 minus -1, delta x, x2 minus x1, 0 minus -2. അപ്പോൾ 3 minus -1, 3 plus 1, 4. 0 minus -2 is +2, 2. So this is equal to 2. പിന്നെ ഇതിൻ്റെ y-intercept 3 ആണ്. കാരണം 0,3ലാണ് ഈ ലൈൻ y ആക്സിസിനെ കട്ട് ചെയ്യണത്. അപ്പോൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം പ്രകാരം ഇതിൻ്റെ ഇക്വേഷൻ 2x + 3. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈറ്റ് ബ്ലൂ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഇതിലും നമുക്ക് 2 പോയിന്റ്സ് ചൂസ് ചെയ്യാം. ഞാൻ ഈ പോയിന്റും പിന്നെ ഈ പോയിന്റും. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 1 ആണ് x, y 2. 1, 2. ഇതിൻ്റെ 0,0 ഞാൻ എഴുതുന്നില്ല കേട്ടോ, കാരണം ഇവിടെ അല്ലെങ്കിൽ നിറയെ സാധനങ്ങളുണ്ട്. അപ്പോൾ m is equal to delta y by delta x is equal to y2 minus y1, 2 minus 0. 2 minus 0 divided by x2 minus x1, 1 minus 0. 1 minus 0. That is 2. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 2 ആണ്. y-intercept ഇതിന് y-intercept ഇല്ല, കാരണം അത് 0യിൽ കൂടിയാണ് y ആക്സിസിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ y is equal to 2x. ഇതിൻ്റെ സ്ലോപ്പും നമ്മൾ ഇതിനു മുമ്പ് കണ്ട ലൈനിൻ്റെ സ്ലോപ്പും സെയിം ആണ്. അപ്പോൾ പാരലൽ ലൈൻസ് എപ്പോഴും ഇത് രണ്ടും പാരലാണ്. അപ്പോൾ പാരലൽ ലൈൻസിന് എപ്പോഴും ഒരേ സ്ലോപ്പ് ആയിരിക്കും. പക്ഷേ ഇതിന് y-intercept ഇല്ല, അതുകൊണ്ടാണ് C0. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബ്രൗൺ ലൈൻ എടുക്കാം. ഇത് അപ്പോൾ ഇതിന് ഞാൻ ഏതൊക്കെ പോയിന്റ് എടുക്കുക? ഈ പോയിന്റ് എടുക്കുക, പിന്നെ ഇത് പോയിന്റ്, ഈ പോയിന്റ് എടുക്കാം. നമ്മൾക്ക് സൗകര്യമുള്ള പോയിന്റ് എടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗ്രിഡിൻ്റെ ഈ ജംഗ്ഷൻസ് ക്രോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സൗകര്യം, കാരണം അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റ്സ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതിപ്പോൾ അടിയിലുള്ള പോയിൻ്റൊക്കെ അവിടെ എന്താണ് എക്സ് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് ഒന്ന് അസ്യൂം എന്താ പറയുക, ഒരു അസംഷനൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേമാതിരി ഗ്രിഡ് ജംഗ്ഷനിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വന്നിട്ട് 0, y -2. അപ്പോൾ ഇതിൻ്റെ 0, -2. അപ്പോൾ ഇവിടെ സ്ലോപ്പ് m is equal to delta y by delta x ചെയ്യുമ്പോൾ y2 minus y1, ഞാൻ തെറ്റിട്ടോ, ഞാൻ ഈ പോയിന്റ് അല്ല വേണ്ടത് നമുക്ക്. നമ്മൾ ഏതിപ്പോൾ ലൈനാണ് ചെയ്യണത്? നമ്മൾ ഈ ബ്രൗൺ ലൈനാണ് ചെയ്യണത് അല്ലേ? അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ഇതാണ്. ഇത് 1,2 ഈ ലൈറ്റ് ബ്ലൂ ലൈൻ്റെയാണ്. അപ്പം നമ്മൾ
തെറ്റിയപ്പോൾ ഞാൻ അത് മായ്ക്കട്ടെ കേട്ടോ. ഓ അതൊക്കെ പോയി, അത് മായ്ക്കേണ്ടിയിരുന്നില്ല, പോട്ടെ സാരില്ല. ഓക്കെ, ഈ പോയിന്റില്ലേ നമുക്ക് വേണ്ടത്? ഈ പോയിന്റ് വന്നിട്ട് x1 y3 ആണ്. അപ്പോൾ 1,3 ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റ്സ് നേരത്തെ എഴുതി ശരിയായിരുന്നു, x0 y-2. ഓക്കെ, അപ്പോൾ m is equal to, ഇതാ ബ്രൗൺ ലൈനാണ് കേട്ടോ, ഡെൽറ്റ y ബൈ ഡെൽറ്റ എക്സ് is equal to y2 minus y1, 3 minus minus 2, 3 minus minus 2 divided by delta x, 1 minus 0, 3 minus minus 2 പറഞ്ഞാൽ 3 plus 2 5, 5 divided by 1 5. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 5 ആണ്. y ഇൻ്റർസെപ്റ്റ് ഇത് ഇവിടെ കട്ട് ചെയ്യണത് -2ലാണ് y ആക്സിസ് കട്ട് ചെയ്യണത്, 0 - 2 അല്ലേ അത് കട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് -2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ y is equal to 5x minus 2. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, 5x minus 2. ഇനി നമുക്ക് ഈ മറൂൺ ലൈൻ്റെ കണ്ടുപിടിക്കാം. അപ്പോൾ മറൂൺ ലൈൻ്റെ നമുക്ക് ഏതെങ്കിലും 2 പോയിന്റ് എടുക്കാം, ഈ പോയിന്റും ഈ പോയിന്റും എടുക്കാം. നമ്മൾ ഇതേമാതിരി y2 minus y1 ഡിവൈഡഡ് ബൈ x2 minus x1 ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 2 പോയിന്റ്സിനെ എത്രയാണ് എക്സ് മാറ്റം? -3 -4ലേക്ക്. അപ്പോൾ ഒരു 7 ആണ് എക്സ് മാറ്റം അല്ലേ? 1 2 3 4 5 6 7 7 ആണ് എക്സ് മാറ്റം. അപ്പോൾ ഡെൽറ്റ എക്സ് 7 ആണ്. y മാറ്റോ 4 3, അവിടെയും y മാറ്റം 7 ആണ്. അപ്പോൾ ഇവിടെ m is equal to delta y by delta x. ഡെൽറ്റ എക്സ് ഞാൻ പറഞ്ഞു 7 യൂണിറ്റ് ആണെന്ന് പറഞ്ഞു ഇല്ലേ? ഈ പോയിന്റും തമ്മിൽ എക്സ് മാറ്റം 7 എണ്ണം ഉണ്ട് അല്ല, 7 ആണ്, 7 യൂണിറ്റ്. കാരണം -3 4 വരെയാണ് എക്സ് മാറുന്നത്. അപ്പോൾ 4 -3 7. അല്ലെങ്കിൽ നമുക്ക് എണ്ണി നോക്കിയിട്ടും കണ്ടുപിടിക്കാം. 1 2 3, ഇവിടെ 3 ഇവിടെ 4 7. ഇവിടെ 7 ആണ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ ഞാൻ പറഞ്ഞു 7 ആണ്. പക്ഷേ ഇവിടെ y ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ വൈ വന്നിട്ട് -7 ആണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് വന്നിട്ട് -1 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ലൈൻസിനൊക്കെ നെഗറ്റീവ് സ്ലോപ്പാണ്. ഇത് ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ലൈനല്ലേ, അതുകൊണ്ടാണ് ഇതിനൊരു നെഗറ്റീവ് സ്ലോപ്പ്. ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് എന്താണ്? ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ y is equal to -1 into x is -x plus 1. അതാണ് ഇതവിടെ എഴുതിയിരിക്കുന്നത് മറൂൺ ലൈനിൻ്റെ. ഇനി ഗ്രീൻ ലൈനിൻ്റെ നമുക്ക് ഈ 2 പോയിന്റ് എടുക്കാം. ഈ പോയിന്റും കൊടുക്കാം. അപ്പോൾ ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള എക്സ് ചേഞ്ച് എത്രയാണ്? 2 യൂണിറ്റ് ആണ് അല്ലേ? 1 2. വൈ ചേഞ്ച് എത്രയാണ്? ഇവിടെ 2 ഇവിടെ 4, 6 ആണ് വൈ ചേഞ്ച്. അപ്പോൾ 6 യൂണിറ്റ്. അപ്പോൾ m is equal to delta y by delta x is equal to y യൂണിറ്റ് അല്ല, y ചേഞ്ച് 6 യൂണിറ്റ്, 2 4 6. അതും നെഗറ്റീവാണ്, കാരണം y ഡിക്രീസ് ചെയ്യണം. അപ്പോൾ -6, എക്സ് മാറ്റം 2, അപ്പോൾ ഇവിടെ -3. ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് എന്താണ്? ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് -1 ആണ് അല്ലേ? ഇതവിടെ ഈ പോയിന്റിലാണ് അത് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ y ഇൻ്റർസെപ്റ്റ് -1 ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇക്വേഷൻ y is equal to -3x -1. അതാണ് ഇത് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേമാതിരി ഏതൊരു ലൈൻ്റെയും ഇക്വേഷൻ y ഇൻ്റർസെപ്റ്റ് ഫോമിൽ കണ്ടുപിടിക്കാം. പക്ഷേ അത് പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈൻ ആവാൻ പാടില്ല. വെർട്ടിക്കൽ ലൈൻ ആയാൽ അതിനെക്കാട്ടിലും എളുപ്പമാണ് അല്ലേ? അത് എവിടെയാണോ ആ വെർട്ടിക്കൽ ലൈൻ നിൽക്കുന്നത് ആ വാല്യൂ എടുത്തിട്ട് x ഈക്വൽ ടു ആ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി
ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങൾ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇൻട്രാക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ മൗസ് മൂവ് ചെയ്താൽ നമുക്ക് എന്താണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് ഇവിടെ താഴെ കാണിക്കുന്നത് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് ഇവിടെ ലൈൻ വരച്ചാൽ അതിൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ ഇവിടെ കാണിക്കും. ഫോർ എക്സാമ്പിൾ കണ്ടോ, നമ്മൾ മാറുന്ന ഈ ലൈൻ മാറുന്നതിനനുസരിച്ച് സ്ലോപ്പൊക്കെ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇക്വേഷനും മാറുന്നുണ്ട്. ഓക്കെ, ഏത് ലൈൻ വേണമെങ്കിലും വരയ്ക്കാം അങ്ങനെ. ഇങ്ങനെ ഏത് ലൈനും വേണമെങ്കിലും വരയ്ക്കാം. ഇതിപ്പോൾ ഫ്ലാറ്റ് ആയാൽ സ്ലോപ്പ് 0 ആണ്, കാണണില്ലേ? അപ്പോൾ നമുക്ക് ഈ വൈ ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ് മാറുന്നതനുസരിച്ച് അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റും മാറുന്നുണ്ട്. പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈൻ ആണെങ്കിലോ, ഇതപ്പോൾ ഞാൻ കൂടുതൽ കുത്തനെയാക്കുമ്പോൾ സ്ലോപ്പ് കൂടുമ്പോൾ ആ സ്ലോപ്പ് കൂടണുണ്ടോ, അത് പോയി. സ്ലോപ്പ് കൂടുതൽ കുത്തനെയാക്കുമ്പോൾ 60 ഒക്കെ ആയി സ്ലോപ്പ്, 80, 96, 120, 129, 159 ഒക്കെ ആയി. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിർത്തി. ഇപ്പോൾ x = -4. പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈനായ പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ലൈനായാൽ കണ്ടോ, x = -4.4 എന്ന് ഉള്ള ഇക്വേഷൻ കാണിച്ചു. കാരണം ഇവിടെ y = mx + c വർക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു കേർവ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ലോപ്പിനെ പറ്റി പറയാൻ പറ്റുമോ, അതെങ്ങനെ പറയാമെന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം. കാരണം എന്താ പറയുക, നമുക്ക് ഫിസിക്സിൽ സ്ട്രെയിറ്റ് ലൈൻസാണ് കൂടുതലുണ്ടാവുക, പക്ഷേ സ്ട്രെയിറ്റ് ലൈൻസ് അല്ലാതെ കേർവ്സും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് സ്ലോപ്പിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത വീഡിയോ. ഓക്കെ, ശരി.